ഒരു മുംബൈയിൽ അലീനയെ രാജകുമാരിയെപ്പോലെ സ്റ്റാലിന് കൈമാറുന്ന ബാലചന്ദ്രനെ നമുക്ക് കാണാനായിട്ട് കഴിയും. അങ്ങനെ അലീന പോവാനായിട്ട് ഒരുങ്ങുകയാണ് പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ. പോകുന്നതിന് മുമ്പ് തന്നെ ബാലേന്ദ്രൻ തൻ്റെ സ്വർണ്ണക്കടയിൽ നിന്നും അലീനയ്ക്ക് ആവശ്യമായ ആഭരണങ്ങളെല്ലാം കൊണ്ടുവരുന്നുണ്ട്. അച്ഛാ, ഇതൊന്നും എനിക്ക് വേണ്ട എന്ന് പറയുമ്പോൾ, നിനക്ക് വേണം മോളെ, നീ ഇതണിഞ്ഞു വേണം ആ വീട്ടിലേക്ക് പോകാൻ. ഒന്നുമില്ലാതെ നീ ഒരിക്കലും പോകരുത്. നീ രാജകുമാരിയെ പോലെ വരെ പോകണമെന്നാണ് ഈ അച്ഛൻ്റെ ആഗ്രഹം എന്ന് പറയുമ്പോൾ, എന്തിനാച്ചാ എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, നീ എൻ്റെ പൊന്നുമോളല്ലേടി, നിനക്കല്ലാതെ പിന്നെ ആർക്കാ ഞാനിതെല്ലാം വാങ്ങി നൽകുക എന്ന് ചോദിക്കുന്നതും കാണാം. എൻ്റെ മോള് ഇതെല്ലാം സ്വീകരിക്കണം, ഇതെല്ലാം അണിഞ്ഞു വേണം പോവാനായിട്ട് കഴിയുള്ളൂ എന്ന് പറയുമ്പോൾ, ബാലചന്ദ്രൻ്റെ അച്ഛൻ്റെ ആഗ്രഹമായതുകൊണ്ട് തന്നെ അലീന ആ സ്വർണ്ണമെല്ലാം എടുത്തണിയുന്നൊരു കാഴ്ച കാണാനായിട്ട് കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട് പ്രേക്ഷകരെ. അങ്ങനെ അലീനയെ സ്റ്റാലിൻ്റെ മുൻപിലേക്ക് കൊണ്ടുപോവുകയാണ് നമ്മുടെ ബാലചന്ദ്രനെന്ന് കാണാനായിട്ട് കഴിയുന്നുണ്ട് പ്രേക്ഷകരെ, കൂട്ടുകാരെ.